ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2010 ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ 30 ഡേയ്സ് ഓഫ് നൈറ്റ് ഡാർക്ക് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മൂവിയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ലിങ്ക് കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം, മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ വൺ ലൈൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു സ്റ്റോറി എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നേരെ അവിടെ പോയി കണ്ടിട്ട് വരിക. അതുപോലെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ആ ഒരു മൂവി 2007 ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടായിട്ട് അതിന്റെ ബാക്കിയായിട്ട് ഇറക്കിയിട്ടുള്ള ഈ ഒരു മൂവി 2010 റിലീസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2007 ഇറങ്ങിയ ആ ഒരു ഭാഗമുണ്ടല്ലോ, അതിൽ അഭിനയിച്ചിരിക്കുന്ന ആരും ഈ ഒരു മൂവിയിൽ ഉണ്ടാവത്തില്ല. കഥയും ബാക്കി കാര്യങ്ങളും എല്ലാം ഒരുപോലെ ആയിരിക്കും, പക്ഷേ അഭിനയിച്ചിരിക്കുന്നവർ മാത്രം, ആ ഒരു ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവർ മാത്രം മാറ്റം ഉണ്ടാവും. ഈ ഒരു മൂവി എടുത്തിട്ടുള്ളതെല്ലാം സെയിം സംവിധാനം തന്നെയാണ്. അപ്പോൾ അധികമായിട്ടും വേറെ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു കഥ തുടങ്ങുന്നത് ഈബൻ ആ ഒരു ഗ്രാമത്തെ രക്ഷിക്കാൻ വേണ്ടി സ്വയം സാക്രിഫൈസ് ചെയ്ത് ഒരു വാമ്പയർ ആയിട്ട് മാറി ഹീറോയിനായിട്ടുള്ള സ്റ്റെല്ലയുടെ കയ്യിലിരുന്ന് മരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെല്ല അവന്റെ ശരീരം വെച്ച് ഒരുപാട് നേരം അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അലസ്ക എന്ന് പറഞ്ഞ ഈ ഒരു നഗരത്തെ ഇവിടെ വാമ്പയർ വന്നെന്നുള്ള ആ ഒരു കാര്യം അവിടെ ജീവിക്കുന്ന ബാക്കിയുള്ളവരുണ്ടല്ലോ അവരെല്ലാവരും അറിയുക. കാരണം ഈ ഒരു സിറ്റിയിലെ ആ ഒരു 30 ദിവസത്തിനുള്ളിൽ മരണപ്പെട്ടത് 98 പേരാണ്. ഇപ്പൊ ആ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞു. അങ്ങനെ ഈ ഒരു നഗരം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഈ ഒരു വാമ്പയറിന്റെ കഥ 1 വർഷം കഴിഞ്ഞിട്ട് സ്റ്റെല്ല മറ്റുള്ളവരോട് പറയുമ്പോഴത്തേക്കും അവരാരും ആ ഒരു കഥ വിശ്വസിക്കുന്നില്ല. പക്ഷെ സ്റ്റെല്ലയ്ക്ക് ആ ഒരു പുതിയ ജീവിതം ജീവിച്ചേ മതിയാവും. അതുകൊണ്ട് തന്നെ അവൾ ആ ഒരു പുതിയ ജീവിതം ജീവിക്കുമ്പോൾ രാത്രിയിൽ എല്ലാ ദിവസവും അവൾ സ്വപ്നം കാണുന്നുണ്ട്. അതുമല്ല മാനസികമായിട്ടും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് അവൾ അതിനു വേണ്ടിയിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റെല്ല നേരെ പോകുന്നത് ലോസ് ഏഞ്ചലസിലേക്കാണ്. അവിടെ ചെന്ന് ഒരു വലിയ സ്റ്റേജിലെ എല്ലാവരുടെ മുന്നിലും അവളുടെ നാട്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവരോടും അവൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തന്റെ നഗരം തന്നെ ഇല്ലാതാവാൻ കാരണം വാമ്പയർമാരാണെന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓഡിയൻസ് എല്ലാം ചിരിക്കാൻ തുടങ്ങും. കാരണം ഇവരാരും അതൊന്നും വിശ്വസിക്കത്തില്ലല്ലോ. അപ്പൊ എന്തായാലും നമ്മുടെ സ്റ്റെല്ല പ്രതീക്ഷിച്ചിരുന്നു ഇവർ ഇതുപോലെ തന്നെ പ്രതികരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവൾ വിശദീകരിക്കാൻ വേണ്ടി വാമ്പയർമാർക്ക് UV ലൈറ്റ്സ് ഒരിക്കലും ശരിയാവത്തില്ല. അത് അവരുടെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ ശരീരം മുഴുവൻ പൊള്ളാൻ തുടങ്ങും, അവർ നശിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അവർ സാധാരണ മനുഷ്യരെ പോലെയല്ല. അതുകൊണ്ട് ഇതിനുള്ളിൽ ഏതെങ്കിലും വാമ്പയർമാരിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ ഉടനെ തന്നെ ചാമ്പലാവാൻ പോവാണെന്ന്. എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു കറുത്ത കണ്ണടയിലായിട്ട് ഒരുപാട് പേര് പലയിടങ്ങളിലായിട്ട് ഇരിപ്പുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവരെല്ലാവരും വാമ്പയർമാരാണ്. പക്ഷേ ഈ ഒരു മനുഷ്യരുടെ ഇടയിൽ ഇരുന്നിട്ട് ഇവരിപ്പോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പൊ ഇതിൽ ഒരുപാട് സാധാരണ മനുഷ്യരുണ്ടല്ലോ, അവരെഴുന്നേറ്റിട്ട് സ്റ്റെല്ല പറയുന്നതെല്ലാം വെറും കള്ളമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും കൂട്ടത്തോടെ ചിരിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ സ്റ്റെല്ല ഒരു കാര്യം ചെയ്യുന്നത്, അവിടുത്തെ ആ ഒരു UV ലൈറ്റ്സ് ഉണ്ടല്ലോ അതെല്ലാം കൂടി ഓൺ ചെയ്യുന്നതും ഇതിനകത്തിരിക്കുന്ന വാമ്പയർമാരെല്ലാം കൂടി കരിയാൻ തുടങ്ങാണ്. കാരണം അവരെ കൊണ്ട് കഴിയുന്നില്ല. ആ ഒരു ഹാളിലുള്ള ഒരുപാട് വാമ്പയർമാരും അവളുടെ മുന്നിൽ വെന്ത് മരിക്കുമ്പോൾ ബാക്കി എല്ലാവരും പേടിച്ചിങ്ങനെ ഓടാണ്. ഇതെല്ലാം നല്ല സന്തോഷത്തോടെ തന്നെ അവളിങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ജയിച്ച സുഖത്തില് സ്റ്റെല്ല അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ പോലീസുകാർ പെട്ടെന്ന് തന്നെ വന്ന് അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. എന്നിട്ടാണ് അസുഖം ബാധിച്ച ഒരു പോലീസ് ഓഫീസർ ഉണ്ട്. എന്നിട്ട് അയാൾ നമ്മുടെ സ്റ്റെല്ലയെ ചോദ്യം ചെയ്യാണ്, നീ എന്തിനാണ് അതിനകത്ത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട്. സത്യത്തിൽ ഈ ഒരു പോലീസുകാരൻ വാമ്പയർമാരുടെ സൈഡാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സംഭവിച്ച ആ ഒരു കാര്യമുണ്ടല്ലോ പുറത്താരും അറിഞ്ഞിട്ടില്ല. ഈ ഒരു വാമ്പയർമാരെ സംരക്ഷിക്കാനാണ് ഇയാളുള്ളത്. അതുകൊണ്ട് തന്നെ നിന്റെ ഭർത്താവ് മരിച്ച ആ ഒരു ദേഷ്യത്തില് നീ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇതെല്ലാം നിർത്തണമെന്ന് പറയുമ്പോൾ സ്റ്റെല്ല ഒരിക്കലും അത് നിർത്താനായിട്ട് തയ്യാറാവത്തില്ല. അവൾ ഇനിയും അത് തുടരുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പോലീസുകാരൻ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് സ്റ്റെല്ലയോട് പറയുന്നുണ്ട്, ആ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് മരിച്ച എല്ലാ വാമ്പയർമാരുടെ ശരീരം ഞങ്ങൾ ഇതിനു മുന്നേ തന്നെ മറവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ പറയുന്ന കാര്യങ്ങളൊന്നും വേറെ ആരും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് നിർത്തിക്കോന്ന് പറയുമ്പോൾ അവൾ അതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റെല്ലയ്ക്ക് ഇപ്പോൾ വേറെ തെളിവുകളൊന്നുമില്ല മറ്റുള്ളവരെ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി. അങ്ങനെ ആ ഒരു വിഷമത്തിൽ അവൾ നേരെ തിരിച്ച് അവൾ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ പ്രണയിക്കുന്ന രണ്ടുപേരെ അടുത്തുള്ള റൂമിലേക്ക് സംസാരിച്ചും പറഞ്ഞില്ല ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ സ്റ്റെല്ലയാണെങ്കിൽ ഇവന്റെ ആ ഒരു ഓർമ്മകള് വീണ്ടും ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം കണ്ട് സ്റ്റെല്ല നേരെ റൂമിനകത്തേക്ക് കയറി അവളുടെ ഡ്രസ്സെല്ലാം മാറിയിട്ട് നേരെ ഹാളിലേക്ക് വരുമ്പോഴത്തേക്കും അതിനകത്തൊരു 3 പേരിയ്ക്കുന്നു. അതിലൊരു പെണ്ണിന്റെ പേര് ഡെയ്സി, അതേപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിനൊരു ലീഡർ ഉണ്ട്, അവന്റെ പേര് പോള്, അതേപോലെ മറ്റൊരാള് അവന്റെ പേര് ടോഡ്. ഇപ്പൊ ഇവരെല്ലാവരും ഇവിടേക്ക് വരാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ സ്റ്റെല്ല പറഞ്ഞ ആ ഒരു സ്റ്റോറി എല്ലാം വിശ്വസിക്കുന്നത് ഇവര് മാത്രമാണ്. കാരണം ഇവർ വാമ്പയർ ഹണ്ടേഴ്സ് ആണ്. അതുപോലെ ഇവര് വർക്ക് ചെയ്യുന്നത് ഡെയ്ൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തിന് വേണ്ടിയിട്ടാണ്. അവനാണ് നമ്മുടെ സ്റ്റെല്ലയെ പരിചയപ്പെടുത്തി ഇവരെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. കാരണം സ്റ്റെല്ലയ്ക്കും ഈ ഒരു വാമ്പയർമാരെ കൊന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു 30 ദിവസം അവളുടെ നാട്ടിൽ നടന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും ഇനി ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഹീറോയിനോട് സംസാരിക്കുമ്പോൾ അവൾ ആദ്യം അത് വലിയ കാര്യമാക്കത്തില്ല. അപ്പോഴേക്കാണ് ഇവരുടെ കൂട്ടത്തിലുള്ള ഡെയ്സി അല്ല, അവളുടെ പേര് സ്റ്റേസി എന്നാണ്. അവൾ ഇപ്പോൾ ആ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അങ്ങനെ നിൽക്കുമ്പോൾ
ഒരു വാമ്പയർ കുറച്ച് മുകളിൽ നിന്ന് ചാടി അവളുടെ അടുത്തേക്ക് വരുന്നു. ഇത് കണ്ട് സ്റ്റേസി പെട്ടെന്ന് ആ ഒരു റൂമിനകത്തേക്ക് തിരിച്ചോടിക്കയറും. എന്നിട്ട് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു വാമ്പയർ ഈ ഡോറിന് വെളിയിലായിട്ട് വന്ന് നിൽക്കുന്നതും ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ പ്ലാൻ ചെയ്ത് ആ ഒരു വാമ്പയറിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി കാണുന്നത് സ്റ്റെല്ല എന്തായാലും തീരുമാനം എടുക്കും ഇവരോടൊപ്പം പോകാനായിട്ട്. കാരണം ഇതല്ലാതെ അവൾക്ക് വേറെ ചോയ്സ് ഇല്ലല്ലോ. അങ്ങനെ അവള് ഇവരോടൊപ്പം ഡെയിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തനുണ്ടല്ലോ അവന്റെ അടുത്തേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് തന്നെ അവൻ എന്തായാലും നമുക്ക് ഹീറോ എന്ന് വിളിക്കാം. ഹീറോ സ്റ്റെല്ലയ്ക്ക് ഒരു തോക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ കാറിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ഈ ഒരു വാമ്പയർമാരുടെ നേതാവായിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്, ലിലിത്ത് എന്നാണ് അതിന്റെ പേര്. അവൾ ഈ ഒരു മനുഷ്യന്മാരെല്ലാം തട്ടിക്കൊണ്ട് പോയിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഒരിക്കലും മരണമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി മനുഷ്യരുടെ രക്തം അവൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ വാമ്പയർമാരെയും കൺട്രോൾ ചെയ്യുന്നതും അവളാണ്. അവളെ പിടിച്ചു കഴിഞ്ഞാലേ എല്ലാവരെയും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റെല്ലയോട് പറയുമ്പോൾ അവൾ അത്രയും കോൺഫിഡന്റ് അല്ല. എന്നിരുന്നാലും ഇവരിപ്പോ തീരുമാനിക്കുകയാണ് ഡെയിന്റെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം ആ ഒരു പോലീസുകാരനുണ്ടല്ലോ അയാളിപ്പോ ആ ഒരു വാമ്പയറിനെ ഇവർ കൊന്ന ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും അതിനപ്പുറത്തായിട്ട് താമസിക്കുന്ന 2 ചെറുപ്പക്കാരുണ്ടല്ലോ അവര് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ സ്റ്റെല്ല അവസാനം ഡെയിൻ എന്ന് പറഞ്ഞ അവരത്തിനെ കാണുമ്പോഴത്തേക്കാണ് സത്യത്തില് അവനൊരു മനുഷ്യനൊന്നുമല്ല, അവനും ഒരു വാമ്പയറാണ്. ഇത് കാണുമ്പോൾ നമ്മുടെ സ്റ്റെല്ല പെട്ടെന്ന് തോക്കെടുത്ത് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ബാക്കിയുള്ളവർ പറയുന്നത് അവനെ ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവനൊരു വാമ്പയർ ആണെങ്കിലും അവൻ മനുഷ്യരാരെയും ഉപദ്രവിക്കുന്നില്ല, കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് അവൻ ജീവിക്കുന്നത്. ഇവനാണ് നമ്മളെല്ലാവരെയും സഹായിക്കുന്നത്. അതുമല്ല നീ ഇവിടേക്ക് വരാൻ വേണ്ടി ആ ഒരു ലെറ്റർ അയച്ചതും ഇവനാണെന്ന് പറയുമ്പോൾ സ്റ്റെല്ലി ഇതെല്ലാം കണ്ടിട്ട് അല്ല പിന്നെ നീ എങ്ങനെ ജീവിക്കുന്നത് ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡയബറ്റിക് പേഷ്യന്റ് ഉണ്ടല്ലോ അവരുടെ രക്തം എടുക്കുന്നുണ്ട്. അപ്പൊ അത് കളക്ട് ചെയ്തിട്ടാണ് ഇവൻ അങ്ങനെ അത് കുടിച്ച് ജീവിക്കുന്നത്. അവൻ കളക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരുപാട് ആയുധങ്ങളുണ്ട്. അത് ഇവരെ കാണിച്ചിട്ട് ആ ഒരു വാമ്പയർ കൂട്ടത്തെയും അതേപോലെ തന്നെ ലിലിത്തിനെ കൊല്ലാനായിട്ടുള്ള ആ ഒരു പ്ലാൻ ഇവരിങ്ങനെ തയ്യാറാക്കുകയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിന് അത് അത്ര ഇംപ്രസ് ആയിട്ട് തോന്നില്ല. അപ്പോഴേക്കാണ് ടെഡ് എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നത് ഇത്രയും വലിയ തോക്കുകളുണ്ടെങ്കിലും നമുക്ക് അത് തന്നെ മതിയാവും ഈ ഒരു വാമ്പയർമാരെ കൊല്ലാനെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും അതൊരിക്കലും ശരിയാവത്തില്ല, നമുക്കറിയത്തില്ല അവർ എത്രത്തോളം ശക്തിയുള്ളവരാണെന്ന്, അതുകൊണ്ട് അവരെ കൊല്ലുന്ന അത്ര ഈസി ആണെന്ന് ഒരിക്കലും കരുതരുത്. അതുമല്ല നമ്മുടെ സ്റ്റെല്ലയെ ഈ ഒരു ടീമിലേക്ക് വിളിച്ചിട്ട് ഇപ്പോ ലിലിത്തിനെ കൊല്ലാൻ വേണ്ടി അവളോടൊപ്പം ചേരാൻ പറയുമ്പോൾ സ്റ്റെല്ല അത് വലിയ രീതിയിൽ പ്രതീക്ഷിക്കത്തില്ല. അവളിപ്പോ പറയും ഇല്ല, അവൾക്ക് ഇതിന് താല്പര്യമില്ലാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മാറിപ്പോവാണ്. അതേസമയം ഇവിടെ ആ ഒരു പോലീസുകാരനുണ്ടല്ലോ ലിലിത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാമ്പയറിന്റെ നേതാവായിട്ടുള്ള ആ ഒരു സ്ത്രീയെ കാണാൻ ചെല്ലുമ്പോൾ അവളിപ്പോ മനുഷ്യരുടെ രക്തം ഒരു വലിയ ബാത്ത് ടബിലേക്ക് ഒഴിച്ചിട്ട് അതിലിറങ്ങി ഇങ്ങനെ കുളിക്കുകയാണ്. അപ്പൊ ആ ഒരു പോലീസുകാരൻ സ്റ്റെല്ലയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നെല്ലാം പറയുമ്പോൾ കൂടെ നിൽക്കുന്ന ആ ഒരു വാമ്പയറിനോട് ഇവനെ ഇടിക്കാൻ പറയും. അങ്ങനെ ആ ഒരു പോലീസുകാരനെ ഇടിച്ച് താഴേക്ക് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ സ്റ്റെല്ലയെ കാണിക്കുമ്പോൾ ഹീറോ അടുത്ത് നീന്റെ സിഗരറ്റ് വലിക്കുകയാണ്. എന്നിട്ട് സ്റ്റെല്ലയോട് ചോദിക്കുന്നുണ്ട് നീ ഇനിയിപ്പോ അലസ്കയിലേക്ക് തിരിച്ചു പോകുന്നുണ്ടോ ചോദിക്കുമ്പോൾ അവൾ പറയും ഇല്ല, ആ ഒരു റിസ്ക് ഞാൻ എന്തായാലും എടുക്കത്തില്ല, കാരണം എന്നെ ഫോളോ ചെയ്ത ആ ഒരു വാമ്പയർമാര് വീണ്ടും ആ ഒരു നഗരത്തിലേക്ക് വരും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ അവന് നടന്ന കാര്യം എന്താണെന്ന് പറയുന്നുണ്ട്. അവന്റെ വീട്ടിലേക്ക് ആ ഒരു വാമ്പയർമാർ വന്ന് അവന്റെ ഭാര്യനെയും അതേപോലെ തന്നെ മകളെയും തട്ടിയെടുത്തിട്ട് പോയി കൊല്ലുമായിരുന്നു. പക്ഷെ ഈ ഒരു കാര്യം മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ആരും വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് എന്നെ പോലെ തന്നെ വാമ്പയർമാരെ അറ്റാക്ക് ചെയ്ത ടോഡിനെയും സ്റ്റേസിയെയും ഞാൻ കൂടെ കൂട്ടിയ ഒരു ടീമായിട്ട് വാമ്പയർമാരെ ഹണ്ട് ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ള ആ ഒരു സ്റ്റോറി അവനിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഈ ഒരു കാര്യം കേട്ടിട്ട് കുറച്ച് വിഷമം വരുന്നുണ്ട്. എന്നിട്ട് ലിലിത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാമ്പയറിനെ പിടിക്കാൻ വേണ്ടി ഇവരെ സഹായിക്കാൻ തന്നെ ഹീറോയിൻ തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ ആയുധങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വാമ്പയർമാരെല്ലാം ഒളിച്ചിരിക്കുന്നെന്ന് വിശ്വസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇവരെല്ലാവരും ചെല്ലാണ്. അതുപോലെ ഈ ഒരു വെളിച്ചം കടക്കാതിരിക്കാൻ വേണ്ടി അതിനുള്ളിൽ ഷീറ്റെല്ലാം വെച്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവർ വലിച്ചിളക്കുന്ന സമയത്ത് ടെഡ് എന്ന് പറഞ്ഞ അവന്റെ കൈയാണെങ്കിൽ ഷീറ്റിൽ കൊണ്ട് മുറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ 4 പേരും അതിനകത്തേക്ക് പതിയെ ആ ഒരു ആയുധങ്ങളും കൊണ്ട് നടന്നിങ്ങനെ പോവും. കാരണം ഇരുട്ടിലാണല്ലോ എപ്പോഴും ഈ ഒരു വാമ്പയർമാർ ഒളിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം സ്റ്റെല്ലയ്ക്കും അറിയാം, അതുകൊണ്ട് സ്റ്റെല്ലയ്ക്ക് നല്ല പേടിയുണ്ട്. പക്ഷെ അവര് 3 പേരും ഒരു പേടിയില്ലാതെ മുന്നിലേക്ക് നടന്നു പോകുന്നു. അങ്ങനെ ഒരുപാട് ദൂരം മുന്നിലേക്ക് ചെന്നിട്ട് ഇവര് ലൈറ്റ് ഇങ്ങനെ ഓൺ ചെയ്യുമ്പോഴത്തേക്കാണ് ഈ അടുത്തായിട്ട് പിടിച്ച ഒരു സാധാരണ മനുഷ്യനെ കെട്ടിത്തൂക്കി അയാളുടെ രക്തം മുഴുവൻ ഒരു ബക്കറ്റിലേക്ക് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഇതുകൂടി കണ്ട് ഇവരെല്ലാവരും ആ ഒരു കാര്യത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് കാണിക്കുമ്പോ ഒരു കൂട്ടം വാമ്പയർമാര് ഇതിനകത്ത് നിന്ന് ഓടി ഇങ്ങനെ വരികയാണ് ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. ഇവരാണെങ്കിൽ കയ്യിലുള്ള ആ ഒരു തോക്കും ഇതെല്ലാം വെച്ചിട്ട് നല്ലതുപോലെ തന്നെ തിരിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിലെ കൂട്ടമായിട്ട് വരുന്നത് കൊണ്ട് എത്ര ഷൂട്ട് ചെയ്തിട്ട് ഇത് തീരുന്നില്ല. അങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ അതിലൊരു വാമ്പയർ വന്നിട്ട് നമ്മുടെ ടോഡുണ്ടല്ലോ അവന്റെ കഴുത്തിൽ കടിക്കുന്നു. പക്ഷെ ഇപ്പൊ അവനെ രക്ഷിക്കാൻ കഴിയത്തില്ലല്ലോ, ഇവർക്ക് ഫൈറ്റ് ചെയ്ത് നിന്നേ പറ്റൂ. അതുകൊണ്ട് നമ്മുടെ ടോഡിനെ ഹീറോ എടുത്തിട്ട് മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും സ്റ്റേസിയും നമ്മുടെ പുറകിൽ നിന്ന് ഈ ഒരു വാമ്പയറിനെ ഷൂട്ട് ചെയ്ത് മുന്നിലേക്ക് പോവാണ്. അങ്ങനെ ഒരുപാട് നേരം ഷൂട്ട് ചെയ്ത് അവസാനം ഇവരെല്ലാവരും മറ്റൊരു റൂമിലേക്ക് വന്ന് ഡോറങ്ങ് അടച്ചിട്ട് നമ്മുടെ ടെഡിനെ നോക്കുമ്പോഴത്തേക്കാണ് അവനിപ്പോ ആ ഒരു വാമ്പയറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് ടെഡ് നീ കൺട്രോൾ ചെയ്, നിന്നെ കൊണ്ട് കഴിയുമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും കുറെ നേരം നമ്മുടെ ടെഡിനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവസാനം അവൻ ആ ഒരു വാമ്പയറായിട്ട് മാറി പെട്ടെന്ന് ഹീറോയെ കടിക്കാനായിട്ട് വരുന്നതും ഇത് കണ്ട സ്റ്റെല്ലയാണെങ്കിൽ അവനെ അടിച്ച് ദൂരേക്ക് ഇട്ടിട്ട് ഒരു വലിയ കട്ട എടുത്തുകൊണ്ട് വന്ന് അവന്റെ തലയിലേക്ക് ഇടിച്ച് ചതച്ച്
ടെഡിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഹീറോ ഇത്തിരി വീക്ക് ആയതുകൊണ്ട് തന്നെ സ്റ്റെല്ല ഓക്കെ നമുക്ക് എന്തായാലും രാത്രി വരെ വെയിറ്റ് ചെയ്യാം, അപ്പോഴേ ആ ഒരു വാമ്പയർമാരെ ഹണ്ട് ചെയ്യാനായിട്ട് പുറത്തേക്ക് വരത്തുള്ളൂ, നമുക്ക് അതായിരിക്കും എളുപ്പം. കാരണം ഇപ്പൊ തന്നെ നമുക്ക് ടെഡിനെ നഷ്ടമായി. അപ്പൊ ഇതെല്ലാം കേട്ട സ്റ്റേസി ഉണ്ടല്ലോ, അവളിപ്പോ പെട്ടെന്ന് പേടിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ സ്റ്റെല്ല അവളെ സമാധാനപ്പെടുത്തിയിട്ട് പറയും, ഏയ് അടങ്ങിയിരിക്കും, ഇനി ഒരാളെ കൂടി നഷ്ടപ്പെടാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയത്തില്ല. സ്റ്റേസിക്ക് ആണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവള് പെട്ടെന്ന് തോക്കെടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഹീറോ ആണ് അവളെ തടയുന്നത്. എന്നിട്ട് അവളോട് പറയും, ഓക്കെ എന്തായാലും നമുക്ക് രാത്രി വരെ ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്കാണ് ആ ഒരു ഡോറിൽ ആരും തട്ടുന്ന ശബ്ദം. തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അതൊരു വാമ്പയർ. പെട്ടെന്നാണ് മനസ്സിലാവുന്നത് ഡെയ്ൻ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവനായിരുന്നു. അവൻ ഇപ്പോൾ അകത്തേക്ക് വന്നിട്ട് ഇവരെ വെളിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു വഴി ഇവർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്, ഇവരെ വെളിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഡെയ്ന് എന്തോ ഒരു കാര്യം എന്തോ ഇവരുടെ അടുത്തേക്ക് വരുന്നത് പോലെ പെട്ടെന്ന് ഒരു മുന്നിലേക്ക് ടോർച്ചടിക്കുമ്പോഴത്തേക്കും ഒരു മൊട്ട വാമ്പയറാണ് ഓടിക്കൊണ്ട് വരുന്നത്. അപ്പൊ ഇവർ പെട്ടെന്ന് അതിന് ഷൂട്ട് ചെയ്തിട്ട് സ്റ്റെല്ല അതിന്റെ കഴുത്ത് വെട്ടാനായിട്ട് വരുന്നതും അവൾ മറ്റൊരു ഐഡിയ പറയാണ്. എന്താണെന്ന് വെച്ചാല് ഈ ഒരു വാമ്പയറിനെ പിടിച്ചുകൊണ്ടുപോയി ആ ഒരു UV ലൈറ്റ് വെച്ച് അതിനെ ടോർച്ചർ ചെയ്തിട്ട് ലിലിത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാമ്പയർ ഉണ്ടല്ലോ അവൾ എവിടെയാണെന്നുള്ള കാര്യം ഇതിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് ആ ഒരു വാമ്പയർ പറയുന്നത്, ഇതുപോലെ ലിലിത്ത് ഇവരുടെ ആ ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് രണ്ടുപേരെ പിടിച്ചോണ്ട് പോയിരുന്നല്ലോ, അതിൽ ആ ഒരു കാമുകിയുടെ മുന്നിൽ വെച്ച് തന്നെ അവന്റെ പല്ല് വലിച്ചിളക്കിയിട്ട് അവളുടെ മുന്നിൽ വെച്ച് തന്നെ ലിലിത്ത് അവനെ കിസ് ചെയ്യുന്നു. എന്നിട്ട് അവനെ കടിച്ചൊരു വാമ്പയറാക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് അവരെ എന്ത് ചെയ്തെന്ന് അറിയത്തില്ല. അപ്പോൾ ഡെയ്ൻ ഉണ്ടല്ലോ ഈ ഒരു വാമ്പയർമാരുടെ ഒരു ലാംഗ്വേജ് ഉണ്ട്, അതിൽ ആ ഒരു വാമ്പയറിനോട് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് ഇനിയുള്ള 3 ദിവസത്തിനുള്ളിൽ ലിലിത്തും അവരുടെ ടീമും അലസ്കയിലേക്ക് പോകും. കാരണം 3 ദിവസം കൂടി കഴിഞ്ഞാലേ പിന്നീടുള്ള 1 മാസം അവിടെ സൂര്യൻ അസ്തമിക്കത്തില്ല, ആ ഒരു സമയം വീണ്ടും വരാൻ പോവാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടി കേൾക്കുന്നത് നമ്മുടെ സ്റ്റെല്ലയ്ക്ക് എന്തായാലും ഇവരെ തടഞ്ഞു പറ്റി. കാരണം വീണ്ടും ഒരുപാട് മനുഷ്യർ മരണപ്പെടാൻ പോവാണ്. അതുകൊണ്ട് ഇവരെല്ലാവരും ആ ഒരു വാമ്പയറിനെ വെറുതെ വിടുമ്പോൾ അത് ഓടി രക്ഷപ്പെട്ട് ഈ ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടേക്ക് പോയി കയറുന്നതും ഈ ഒരു സ്ഥലം ഇവർ കണ്ടുപിടിച്ചിട്ട് ഇനിയിപ്പോ സൂര്യൻ ഉദിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് നമ്മുടെ സ്റ്റേസിയുടെ ബാഗിലാണെങ്കിൽ ഒരുപാട് ബോംബും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം എടുത്ത് ഇതിന്റെ വെളിയിലെല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവര് വെയിറ്റ് ചെയ്യാണ്. അതുമല്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് സ്റ്റെല്ലയോട് എന്തോ ഒരു ഇഷ്ടം തോന്നുന്നു, പക്ഷെ അവൻ അത് തുറന്നു പറയുന്നില്ല. അങ്ങനെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഇവരെല്ലാവരും ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ഇവർ 3 പേരും അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടെ 2 പേരെ കെട്ടിയിട്ടേക്കുന്നു. നേരത്തെ പിടിച്ച ആ ഒരു പെണ്ണിൻ ചെറുക്കനുണ്ടല്ലോ അവര് 2 പേരാണ്. അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു പെണ്ണിന് ജീവനുണ്ട്. അവള് കണ്ണു തുറന്നിട്ട് ഇവരോട് പറയും, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിക്കോ, കാരണം ഇതിനകത്ത് മുഴുവനായിട്ടും വാമ്പയർമാരുണ്ടെന്ന് പറയുന്നതും പെട്ടെന്ന് തന്നെ പലയിടങ്ങളിൽ നിന്ന് വാമ്പയർമാർ താഴേക്ക് ചാടിയിട്ട് അതിൽ നമ്മുടെ സ്റ്റേസിയെ പിടിക്കുമ്പോഴത്തേക്കും അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു റിമോട്ട് ഉണ്ടല്ലോ ആ ബോംബ് പൊട്ടിക്കാനുള്ള ആ ഒരു റിമോട്ട് തെറിച്ചങ്ങ് പോവാണ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ കയ്യിൽ ആ ഒരു തോക്ക് ഉപയോഗിച്ചിട്ട് ഓരോന്നിനെ ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരുപാടുണ്ട്, അവസാനിക്കുന്നില്ല, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റെല്ല എന്താ ചെയ്യുന്ന വെച്ചാൽ നേരെ റൂഫിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഭാഗവും പൊട്ടിയിട്ട് ഇപ്പോൾ സൂര്യപ്രകാശം അകത്തേക്ക് അടിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു വാമ്പയർമാർക്ക് പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് വരാൻ കഴിയത്തില്ല. എന്നിട്ട് ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ സ്റ്റെല്ല ഓടി വന്നിട്ട് ആ ഒരു റിമോട്ട് ഉണ്ടല്ലോ അതങ്ങനെ എടുത്ത് പ്രസ് ചെയ്യുന്നതും ഈ ഒരു ഗോഡൗണിന്റെ ഡോർ ഭാഗം പൊട്ടിത്തെറിക്കുമ്പോൾ ഒരുപാട് വെളിച്ചകത്തേക്ക് വന്നിട്ട് ഈ ഒരു വാമ്പയർമാരെല്ലാം അതിൽ തന്നെ മരിക്കുകയാണ്. അതുപോലെ ഈ ഒരു പൊട്ടിത്തെറിക്കുമ്പോൾ സ്റ്റെല്ലയുടെയും ബോധം പോയിട്ട് അവള് താഴെ വീണ് മരിച്ചുപോയ ഇവനുണ്ടല്ലോ അവനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വീണ്ടും കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ ഹീറോ അടുത്തുണ്ട്. എന്നിട്ട് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അവളിങ്ങനെ മാറി നിൽക്കും. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും വെളിയിലേക്ക് പോവാണ്. അവിടെ കെട്ടിയിട്ടിരുന്ന ആ ഒരു പയ്യനും ചെറുക്കനെ എന്തായാലും രക്ഷപ്പെടുത്തി. പക്ഷെ ഇവർക്ക് അപ്പോഴും ലിലിത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാമ്പയറിനുണ്ടല്ലോ അതിനെ ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഇവർ നേരെ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് സ്റ്റെല്ലയുടെ കൈ ഹീറോ ഇങ്ങനെ വെച്ച് കെട്ടുകയാണ്. എന്നിട്ട് അവൻ പറയും, നമ്മളിപ്പോ പിടിച്ചുകൊണ്ട് വന്ന 2 പേരുണ്ടല്ലോ അവരിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്ന് നോക്കാം എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുമ്പോൾ അതേസമയം ഇവിടെ ലിലിത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാമ്പയറിന്റെ മുന്നിൽ ഈ ഒരു പോലീസുകാരൻ വന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡെയ്ൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാമ്പയർ മനുഷ്യനാണ് ഈ മനുഷ്യരെ സഹായിക്കുന്നത്, അതുകൊണ്ട് അവർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും എന്ന് പറയുമ്പോൾ ലിലിത്ത് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നീ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അപ്പോൾ അവൻ പറയും, സോറി എനിക്ക് ഒന്നാമത് അസുഖമാണ്, എനിക്ക് അതിനുള്ള ശക്തിയില്ല, അതുകൊണ്ട് എനിക്കും വാമ്പയറിന്റെ ആ ഒരു ശക്തി വേണമെന്ന് പറയുന്നത്. ലിലിത്ത് എന്ന് പറഞ്ഞ ആ ഒരു വാമ്പയർ എന്താ ചെയ്യുന്നത് വെച്ചാലേ അവളുടെ കൈ മുറിച്ച ആ ഒരു രക്തം ആ ഒരു പോലീസുകാരനെ ഇങ്ങനെ കൊടുക്കും. അതവൻ കുടിച്ചിറക്കുമ്പോഴത്തേക്കും അവനും വാമ്പയറിന്റെ ആ ഒരു പവർ എല്ലാം കിട്ടിയിട്ട് അവനും ഒരു വാമ്പയറായിട്ട് മാറുകയാണ്. അങ്ങനെ ഇവിടെ കാണിക്കുമ്പോൾ ഇവർ പിടിച്ചുകൊണ്ടുവന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ അവളോട് നമ്മുടെ ഹീറോയിൻ നിങ്ങൾ ഇതിനു മുന്നേ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇതിനു മുന്നേ ഞങ്ങളൊരു ഷിപ്പിലായിരുന്നു ഉണ്ടായിരുന്നത്, കൂടാതെ ലില്ലിത്ത് അവിടെ മറ്റൊരുപാട് പേരെ പിടിച്ചു വെച്ച് അവരുടെ രക്തവല എടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇവർക്ക് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു സമയത്ത് തന്നെ ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് ഡെയ്ൻ എന്ന് പറഞ്ഞ ആ ഒരു വാമ്പയർ അതിലേ വന്ന് ആ ഒരു ഹോൾ വഴി വെളിയിലേക്ക് നോക്കുന്നതും പെട്ടെന്ന് അവന്റെ കണ്ണിലൂടെ ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നു. വേറെ ആരുമല്ല, ആ ഒരു പോലീസുകാരനുണ്ടല്ലോ അയാളാണ്. എന്നിട്ട് അകത്തേക്ക് വന്ന് ഇവരെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു ടീം മൊത്തമായിട്ടും അവനെതിരെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഷൂട്ട് ചെയ്ത് ഒരു വിധത്തിൽ അവരവിടുന്ന് രക്ഷോട്ട് പോകുമ്പോഴത്തേക്കും ഇവനൊരു വാമ്പയർ ആയതുകൊണ്ട് തന്നെ ബുള്ളറ്റ് കൊണ്ടിട്ട് മരിക്കുന്നില്ല, വീണ്ടും എഴുന്നേറ്റ് ഇങ്ങനെ വരികയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനും ടീം പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ആ ഒരു പെണ്ണ് പറയുന്ന റൂട്ട് വെച്ചിട്ട് അവസാനം ഒരു ഷിപ്പ് കിടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലും.
അങ്ങനെ അവിടേക്ക് ചെന്നിട്ടാണ് നമ്മുടെ ഹീറോയിൻ പറയുന്നത്, ഓക്കെ അതിനകത്തേക്ക് കയറിയിട്ട് ആ ഒരു വാമ്പയറിന്റെ ടീമിനെ മൊത്തമായിട്ട് ഇല്ലാണ്ടാക്കിയാൽ മതിയാവും, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോയിക്കോ, ഇനി നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് വഴി കാണിച്ചു കൊടുത്ത ആ ഒരു പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അപ്പോൾ ഹീറോയിനോട് പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ മരണം സ്വയം വിളിച്ചു വരുത്തുന്നത് പോലെയാണ്, അത് വേണമെന്ന് ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവിനെ കൊന്നതിനുള്ള ആ ഒരു പ്രതികാരം എനിക്ക് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നുപേരും, നമ്മുടെ ഹീറോ, സ്റ്റേസി, സ്റ്റെല്ല, ഇവർ മൂന്നുപേരും അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു ചടങ്ങ് പോലെ നടക്കുന്നു. വേറെ ഒന്നുമല്ല, ഈ കരിഞ്ഞുപോയ ഒരു വാമ്പയർ ഉണ്ടല്ലോ, അതിന്റെ വായിലേക്ക് മനുഷ്യന്റെ രക്തം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു വാമ്പയർ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. ഇതുകൂടി കാണുന്നതും ഇവർക്ക് നല്ല പേടിയായി. കാരണം ഇവർ ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് വാമ്പയറുകളെ വീണ്ടും തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഷിപ്പ് മുഴുവനായിട്ടും വാമ്പയറുകളായിരിക്കും. ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മുടെ സ്റ്റേസി ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ, ഇല്ല അതെന്തായാലും ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ മൂന്നുപേരും ഇപ്പോൾ ഈ ഒരു ഷിപ്പിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ റൂട്ടുണ്ടല്ലോ അത് മനസ്സിലാക്കി പലയിടങ്ങളിലൂടെ ഇങ്ങനെ പോവാണ്. ഒരിടത്ത് ചെല്ലുമ്പോഴത്തേക്കും മനുഷ്യരെ എല്ലാവരെയും കൊന്ന് അവരുടെ രക്തം ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുന്നു. അതേപോലെ തന്നെ പലരെയും പലയിടങ്ങളിൽ ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട അവസാനം ഇവർ ആ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റനുള്ള ഭാഗത്തേക്ക് എത്തും. അവിടെ ചെന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ക്യാപ്റ്റൻ വാമ്പയർ അല്ല, നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഷിപ്പ് അവിടെ നിർത്താൻ പറയുമ്പോൾ അവർ ക്യാപ്റ്റൻ പറയും, അവരെന്റെ ഫാമിലിയെ പിടിച്ചു വെച്ചേക്കാണ്, അതുകൊണ്ട് അവർ പറയുന്നതല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റേസിയെ പെട്ടെന്നൊരു വാമ്പയർ വലിച്ചെടുത്തങ്ങ് പോകുന്നു. ആ ഒരു പേടിയിൽ അവൾ അറിയാതെ തോക്കുകൊടുത്ത് ഫയർ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ക്യാപ്റ്റൻ അപ്പോൾ തന്നെ മരിച്ച് താഴേക്ക് വീഴും. അങ്ങനെ അവളുടെ പിറകെ ഇവർ രണ്ടുപേരും കുറേ ദൂരം ഓടി ചെല്ലുമ്പോഴത്തേക്കാണ് നമ്മുടെ സ്റ്റേസിയെ അവിടെ വെച്ചിട്ട് ആ ഒരു വാമ്പയർ അവളുടെ കഴുത്തിന് കടിച്ച് അവളെ കൊല്ലുന്നു. ഇത് കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവൾ ഇത്ര വേദന സഹിക്കുന്നത് കൊണ്ട് തന്നെ അവളെ കൊല്ലാനും പറ്റത്തില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ ചുറ്റും ആ ഒരു പോലീസുകാരൻ, അതേപോലെ തന്നെ ബാക്കിയുള്ള വാമ്പയർ ഇതെല്ലാം ചാടി വന്ന് ഇവരെ രണ്ടുപേരും അങ്ങ് പിടിക്കുകയാണ്. ഇവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവരെ രണ്ടുപേരെ പിടിച്ചു വെക്കുമ്പോഴത്തേക്കാണ് ലിലിത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാമ്പയർ ഉണ്ടല്ലോ അത് ഇവരുടെ മുന്നിലേക്ക് വരുന്നു. എന്നിട്ട് പറയും, ഇവരെ രണ്ടുപേരെയും പിടിച്ചു വെച്ച് അവരുടെ രക്തം എനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുന്നതും രണ്ടുപേരെയും രണ്ടു വശങ്ങളിലായിട്ട് കെട്ടിയിട്ട് ഹീറോയുടെ കൈ മുറിച്ച് അവന്റെ രക്തം ഇങ്ങനെ കളക്ട് ചെയ്യാണ്. അതേസമയം ഹീറോയിന്റെ ഭാഗത്താണെങ്കിലോ ആ ഒരു പോലീസുകാരൻ അവളെ വെട്ടാനായിട്ട് അടുത്തേക്ക് വരുന്നത് ഹീറോയിൻ ഇപ്പോൾ ആ ഒരു കാലുകൊണ്ട് അവനോടൊപ്പം ഫൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് കുറെ നേരം അവനോട് അങ്ങനെ ഫൈറ്റ് ചെയ്ത അവസാനം അവളെ തൂക്കിയിട്ടിരിക്കുന്ന ആ ഒരു കമ്പി എടുത്ത് അവന്റെ കണ്ണിലേക്ക് കുത്തിയിറക്കി അവനിങ്ങനെ തൂക്കിയിടുകയാണ്. എന്നിട്ട് പെട്ടെന്നൊരു കോടാലി എടുത്ത് അവന്റെ തലയൊക്കെ വെട്ടിമാറ്റും. എന്നിട്ട് നമ്മുടെ ഹീറോയെ രക്ഷപ്പെടുത്തി രണ്ടുപേരും അവിടെ നിന്ന് മറ്റൊരു കൺട്രോൾ റൂമിലേക്ക് പോവാണ്. അവിടേക്ക് ചെന്നിട്ട് ആ ഒരു കൺട്രോൾ റൂമിലെ എല്ലാം അടിച്ചങ്ങ് നശിപ്പിക്കും. കാരണം ഈ ഒരു ഷിപ്പ് ഒരിക്കലും അലസ്ക എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഈ ഒരു ഷിപ്പ് അവിടെ വെച്ച് നിർത്തുന്നത്. അങ്ങനെ അതെല്ലാം നശിപ്പിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ലില്ലിത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാമ്പയർ അവിടേക്ക് വന്ന് നമ്മുടെ ഹീറോയെ പിടിച്ച് അവന്റെ കഴുത്ത് കടിച്ച് അവനെ അവിടെ വെച്ചങ്ങ് കൊല്ലുന്നു. അപ്പൊ അവന്റെ കഥ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ട് ഇടിക്കുകയാണ്. വാമ്പയർ ആയതുകൊണ്ട് അത്രയും ശക്തി ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം എടുത്ത് എറിയുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് ഹീറോയിൻ ലില്ലിത്ത് കിടക്കുന്ന ആ ഒരു ബാത്ത് ടബ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കും. അപ്പോൾ ലില്ലിത്തിന് പെട്ടെന്ന് അവളെ കാണാൻ കഴിയത്തില്ല. എന്നിട്ട് അവസാനം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ലില്ലിത്തിന്റെ തല അങ്ങ് വെട്ടി മാറ്റുന്നതും, ഈ വാമ്പയറുകളുടെ ബോസ് ആയിരുന്നല്ലോ അവള്, ഈ വാമ്പയറുകളുടെ തലവിയായിരുന്നല്ലോ അവള് മരിച്ചത് കൊണ്ട് തന്നെ ബാക്കിയുള്ള വാമ്പയറുകളെല്ലാം അവിടേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ ഒന്നും ചെയ്യുന്നില്ല. കാരണം ഇവരുടെ ആ ഒരു ലീഡറിനെ കൊന്നതുകൊണ്ട് എല്ലാവരും അവളുടെ മുന്നിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ നടന്ന് ആ ഒരു ഷിപ്പിന്റെ മുൻഭാഗത്തേക്ക് ചെന്നിട്ട് ഇപ്പൊ കോസ്റ്റ് ഗാർഡിനെ എന്ന് സഹായത്തിനായിട്ട് വിളിക്കുന്നില്ല. അങ്ങനെ കുറെ ദിവസം ഈ ഒരു കപ്പലെ കടലിലൂടെ പോയിട്ട് അവസാനം കരയിലെത്തി. ഇപ്പൊ ഹീറോയിനെ കാണിക്കുമ്പോൾ അവള് നേരെ അവളുടെ ആ ഒരു നാട്ടിലേക്ക് ചെന്നിട്ട് അവളുടെ ഭർത്താവ് ഉണ്ടല്ലോ ഈ ബാൻ, അവന്റെ ശവക്കുഴി അങ്ങനെ തോണ്ടി കരിഞ്ഞുപോയ അവന്റെ ശരീരം പുറത്തെടുക്കുകയാണ്. എന്നിട്ട് ഇവള് ചെയ്യുന്ന കാര്യമാണ് ഏറ്റവും വലിയ മണ്ടത്തരം. എന്താണെന്ന് വെച്ചാല് അവളുടെ കൈ മുറിച്ചിട്ട് അവന്റെ വായിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അവൻ ഇപ്പോൾ ജീവനോടെ തിരിച്ചു വരുന്നു. കാരണം ഈ ഒരു കാര്യം അവള് ആ ഒരു ഷിപ്പിൽ വെച്ച് കണ്ടിരുന്നു. ഇപ്പൊ അതുപോലെ ചെയ്യുന്നതും അവൻ തിരിച്ചു വരുന്നുണ്ട്, പക്ഷേ വാമ്പയറായിട്ട് തന്നെയാണ്. എന്നിട്ട് അവളെ എങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും അവൻ വാ തുറന്ന് അവളെ ഇങ്ങനെ കടിക്കുമ്പോഴത്തേക്കും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇത്രയും നേരം നല്ലതുപോലെ കൊണ്ടുവന്നിട്ട് അവസാനം കൊണ്ടുവന്ന് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ആ ഒരു അവസ്ഥയായി പോയി. അപ്പൊ ഈ ഒരു മൂവി എന്തായാലും ഇവിടെ വെച്ച് അവസാനിച്ചു. അടുത്തൊരു നല്ല മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.